നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലോയ്ക്ക് 1500 രൂപ, എണ്ണയ്ക്ക് 20,000 രൂപ. ഇത് യൗവനം നിലനിർത്തും അത്ഭുത പഴം, സ്വർഗീയ ഫലം, ടെറസിലും വളർത്താം. വർഷങ്ങൾക്ക് മുമ്പ് റംബുട്ടാൻ, ദുരിയാൻ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വിദേശ പഴങ്ങളുടെ കൂട്ടത്തിലേക്ക് വിയറ്റ്നാമിൽ നിന്നുള്ള പുതിയ അതിഥിയാണ് ഗാഗ് ഫ്രൂട്ടും കേരളത്തിലെത്തിയത്. വള്ളിയായി പടർന്നു വളരുന്ന ചെടിയിലെ പഴങ്ങൾ പാഷൻ ഫ്രൂട്ടിന് സമാനമാണ്. കേരളത്തിലെ മിക്ക ജില്ലകളിലും ഗാഗ് ഫ്രൂട്ട് വിജയകരമായി കൃഷി ചെയ്യുന്നുണ്ട്. പലരും പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി വിജയകരമായ സന്തോഷത്തിലാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം, കീടരോഗബാധയില്ലെന്നതും പരിചരണം ലളിതമാണെന്നതും ഈ കൃഷിയെ ആകർഷകമാക്കുന്നു. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം, ഇലകൾ പച്ചക്കറിയായും ഉപയോഗിക്കാം. നേരിയ ചവർപ്പു രുചിയുണ്ടെങ്കിലും വിറ്റാമിൻ സി, പലതരം മൂലകങ്ങൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഗാഗ് പഴം. ഒമേഗ 3, ഒമേഗ 6, ബീറ്റ കരോട്ടിൻ, വൈറ്റമിൻ സി തുടങ്ങിയവയുടെ കലവറയാണ് ഗാഗ്. ഒരു പഴം ഏകദേശം 900 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെയും തൂക്കമുണ്ട്. ജ്യൂസ്, അച്ചാർ, സോസ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉത്തമമായതിനാൽ നല്ല വിപണി സാധ്യതയുള്ള പഴമാണിത്. ഒരു പഴത്തിൽ നിന്നും 10-ലധികം പേർക്കുള്ള ജ്യൂസ് ഉണ്ടാക്കാം. ഒരു പഴത്തിൽ 10-ലേറെ കുരുക്കൾ ഉണ്ടാകും. ചെടികൾ വളർത്തുന്നത് വിത്ത് മുളപ്പിച്ച്. പച്ച, ഓറഞ്ച്, ചുവപ്പ് നിറങ്ങളിൽ ഈ കാണുന്ന പഴം അത്ര നിസ്സാരക്കാരനല്ലെന്ന് ചുരുക്കം. കേരളത്തിൽ അത്ര സുലഭമല്ലാത്ത വിദേശിയാണ് കക്ഷി. പച്ച നിറത്തിൽ കായിട്ട് നിറം മാറി പഴുത്ത് കിട്ടുന്ന ഈ പഴവർഗ്ഗം ഏറെ ഔഷധ ഗുണവും സൗന്ദര്യവർദ്ധക വസ്തു നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഗാഗ് ഫ്രൂട്ടിൻ്റെ വിത്ത് മുളപ്പിച്ചാണ് ചെടികൾ വളർത്തുന്നത്. ഇതിൽ പെൺചെടികളും ആൺചെടികളുമുണ്ട്. ദിവസവും ആൺപൂവ് പറിച്ചെടുത്ത് പരാഗണം നടത്തിയാണ് കായ്ഫലം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ 12 മുതൽ 20 വർഷത്തോളം ഒരു ചെടിയിൽ നിന്നും വിളവെടുക്കാനാകും. ചപ്പ് ചവറും വാഴത്തണ്ടും ചാണകവും അടക്കവുമുള്ളവ മാത്രമിട്ട് ജൈവ രീതിയിലാണ് വളർത്തുന്നത്. കിലോയ്ക്ക് 1500 രൂപയോളം വിലയുണ്ടെങ്കിലും വിപണിയില്ലാത്തതിനാൽ വിത്തെടുത്ത് വിൽക്കാനാണ് കേരളത്തിലെ മിക്ക കർഷകരും താൽപ്പര്യപ്പെടുന്നത്. പറമ്പിലും സ്ഥലമില്ലാത്തവർക്കും ടെറസിലും വളർത്താമെന്നതും സൗകര്യമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പച്ചയായും പഴമായും കഴിക്കാം. ജ്യൂസ് നിർമ്മാണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പാവൽ വർഗ്ഗത്തിലെ ഫലം പഴുക്കുമ്പോൾ കടും ചുവപ്പാകും. വിയറ്റ്നാമിലാണ് ഇത് ധാരാളമായി കാണുന്നത്. ഔഷധ മൂല്യമുള്ള ഫലത്തിന് കിലോയ്ക്ക് 1500 രൂപയിലേറെ വില വരും. കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണയ്ക്ക് രാജ്യാന്തര വിപണിയിൽ 20,000-ഓളം രൂപ വില വരുമെന്നാണ് അറിയുന്നത്. എങ്ങനെ ജ്യൂസ് നിർമ്മിക്കാം? ചെറിയ കയ്പുള്ളതിനാൽ ഈ പഴം നേരിട്ട് ജ്യൂസാക്കാൻ കഴിയില്ല. ഇതിനാൽ കുറച്ച് കാമ്പ് പൾപ്പാക്കിയതിനു ശേഷം തിളപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത്. സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുക്കാൻ കഴിയുന്ന കാമ്പ് അരിപ്പ ഉപയോഗിച്ച് പൾപ്പാക്കി മാറ്റാം. ശേഷം മിക്സിയിൽ അടിച്ചെടുക്കണം. കട്ടി കൂടിയ പൾപ്പ് അല്പം വെള്ളമൊഴിച്ച് നേർപ്പിച്ച ശേഷം തിളപ്പിച്ചെടുക്കണം. രുചിക്ക് വേണ്ടി ചൈനീസ് ഓറഞ്ചും ആവശ്യത്തിന് മധുരവും ചേർത്ത് തണുത്ത ശേഷം ഉപയോഗിക്കാം. കൃഷി ചെയ്യുന്ന രീതി: ഗാഗ് ചെടിയിൽ ഫലങ്ങൾ ഉണ്ടാകുന്നതിന് പരാഗണം ഫലപ്രദമാക്കേണ്ടതുണ്ട്. ആൺചെടികളും പെൺചെടികളും ഉള്ളതിനാൽ പരാഗണം നടക്കാൻ രണ്ടും വളർത്തണം. എന്നാൽ പൂവിട്ട ശേഷം മാത്രമേ ആൺ പെൺ ചെടികൾ വേർതിരിച്ചറിയാനാകൂ. പെൺപൂവിൻ്റെ അടിയിലായുള്ള അണ്ഡാശയമാണ് അവയെ തിരിച്ചറിയാനുള്ള അടയാളം. ആൺ പെൺ ചെടികൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതിന് 3 ചെടികളെങ്കിലും നടണം. സ്വാഭാവിക പരാഗണം നടക്കുമെങ്കിലും കൃത്രിമ പരാഗണത്തിലൂടെ കായ്പിടുത്തം വർദ്ധിപ്പിച്ചാൽ മാത്രമേ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആദായകരമാകൂ. ഗാഗ് വിത്തുകൾക്ക് അങ്കുരണശേഷി കുറവാണ്. 12 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത ശേഷമാണ് നടേണ്ടത്. കൂടകളിലോ ഗ്രോ ബാഗിലോ നട്ട ശേഷം 1.5 മാസം മുതൽ 2 മാസമെങ്കിലും കാത്തിരുന്നാലേ അവ മുളയ്ക്കൂ. ഒരുമിച്ച് നടുന്ന വിത്തുകൾ മുളയ്ക്കുന്നത് ഒരുമിച്ചാണ് ആവണമെന്നില്ല. മുളച്ച് 2 ആഴ്ച കഴിയുമ്പോൾ അവ നിലത്തേക്ക് പറിച്ചു നടാൻ മടിക്കരുത്. സമർത്ഥമായ ഇലച്ചാർത്തോടെ തഴച്ചു വളരുന്ന ചെടിയായതിനാൽ ഗ്രോ ബാഗുകളിലും മറ്റും വളർത്തിയാൽ പോഷക ദാരിദ്ര്യമുണ്ടായേക്കാം. ആൺപെൺ ചെടികൾ ഉണ്ടെന്നുറപ്പാക്കാനും സൂര്യപ്രകാശം സമൃദ്ധമായി ലഭിക്കുന്ന നിലത്തും നടാനും പന്തലിൽ വളർത്താനും ശ്രദ്ധിക്കേണ്ടത് ഗാഗ് കൃഷിയുടെ വിജയത്തിന് അത്യാവശ്യമാണ്. വർഷത്തിൽ 2 തവണയായി ജൈവവളം നൽകാം. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.